എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് വെളുത്തവനായാലും കറുത്തവനായാലും മുസ്ലിമായാലും അമുസ്ലിമായാലും വലിയവനായാലും ചെറിയവനായാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ആരായാലും ശരി. ഒരു ദിവസം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. ആ പെൺകുട്ടി കരയുകയാണ്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല, നീ എന്തിനാ കരയുന്നത്? ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പെൺകുട്ടി പറഞ്ഞു, ഞാനൊരു അടിമപ്പെണ്ണാണ്. എൻ്റെ കയ്യിൽ 2 ദിർഹം നൽകിക്കൊണ്ട് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ മുതലാളി എന്നെ അയച്ചതാണ്. പക്ഷേ ആ പണം എന്നിൽ നിന്ന് കാണാതായിപ്പോയി. ഈ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ കയ്യിൽ നിന്നും 2 ദിർഹം എടുത്ത് ആ കുട്ടി കൊടുക്കുന്നുണ്ട്. ആ കുട്ടി പിന്നെയും കരയാൻ തുടങ്ങി. പിന്നെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല, ഇനിയും നീ എന്തിനാണ് കരയുന്നത്? ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞത്, എന്തിനാണ് ഇത്രയും വൈകിപ്പോയതെന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ മുതലാളി എന്നെ അടിക്കുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. ഉടനടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പെൺകുട്ടിയെയും കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതൊരു അൻസാരിയുടെ വീടായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പ്രാവശ്യം സലാം പറഞ്ഞു, ശബ്ദമൊന്നും കേട്ടില്ല. രണ്ടാമതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു, ശബ്ദം കേട്ടില്ല. മൂന്നാമതും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞപ്പോൾ ഒരാൾ വീട്ടിനകത്ത് നിന്ന് സലാം അടക്കി പുറത്തേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ആദ്യത്തെയും രണ്ടാമത്തെയും സലാം അടക്കാത്തത് നിങ്ങളുടെ ദുആ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. മൂന്നാമത് സലാം അടക്കിയത് നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ എന്ന് പേടിച്ചുകൊണ്ടാണ്. അല്ല നബിയെ, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ പെണ്ണ് ഇവിടത്തേതാണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേ റസൂലേ. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ കുട്ടി നിങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടി അയച്ചിരുന്ന സമയത്ത് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് പണം കാണാതായി പോയി. ശേഷം ഞാൻ ആ 2 ദിർഹം കൊടുത്തു. പിന്നെ നിങ്ങൾ അടിക്കുമോ എന്ന് ഇവർ ഭയപ്പെട്ട് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി വന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അല്ല റസൂലേ, എന്റെ കാരണം കൊണ്ട് നബി തങ്ങളെ നിങ്ങൾ അവിടെ മുതൽ ഇവിടം വരെ വന്നല്ലോ എന്ന് അദ്ദേഹം സങ്കടപ്പെടുകയും അവസാനം ചരിത്രം പറയുന്നുള്ളത് ഈ പെൺകുട്ടി അദ്ദേഹം മോചിപ്പിച്ചു എന്നുള്ളതാണ്. അത്രയ്ക്കും എല്ലാവരോടും കരുണ കാണിക്കുകയും എല്ലാവരും തിരിച്ചു കരുണ കാണിക്കുകയും ചെയ്ത റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് നാം എല്ലാവരും മാതൃകയാക്കേണ്ടത്.